എന്തു പറ്റിയാനി? സുഖമില്ലേ? തലവേനുണ്ടോ? നീ വല്ലതും കഴിച്ചായിരുന്നോ? ആനി എന്താ പറ്റിയേ? മതി, അഭിനയൊക്കെ സിനിമ മതി. അഭിനയോ? നീ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്ക് മതിയായില്ലേ എന്നെ മണ്ടിയാക്കിയത്? സ്വന്തം മകളുടെ ജീവിതം പണയം വെച്ച് സിനിമ പിടിക്കുന്ന ഒരു അച്ഛൻ. ആനി സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. നിങ്ങളുടെ ചതിയനാണ്. എന്നെ ചതിക്കുമായിരുന്നു. അന്നയുടെ കല്യാണത്തിന് കരുതി കാശ് മുഴുവൻ നിങ്ങൾ സിനിമയ്ക്ക് മുടക്കിയല്ലേ? ആര് പറഞ്ഞു? ഓഹോ, ആര് പറഞ്ഞെന്നോ? ഷാജി ഇവിടെ വന്നിരുന്നു. അവന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം വാങ്ങിയല്ലേ? ഒരുത്ത പണ്ടേ പണവുമായി മുങ്ങി. ഇപ്പൊ രക്ഷ തേടി വന്ന രണ്ടാമനും മുങ്ങി. ഇനി നിങ്ങൾ എപ്പോഴാണ് എന്നെയും കുട്ടികളെയും വല്ല മടത്തിലായി കടന്നു കളയുന്നത്? സ്വന്തം മകളാണെന്ന് വല്ല വിചാരം കിട്ടോ നിങ്ങൾക്ക്? കടന്നു കളഞ്ഞല്ല ആനി, അവൻ പണവുമായി എത്തും, എനിക്ക് ഉറപ്പാ. നീ ധൈര്യമായിട്ടിരിക്കെ, ഞാനില്ലേ ഇവിടെ. എന്ത് പപ്പ ആരാടാ അത്? ആര്? ഞാൻ കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും അയച്ചതാണാ? അങ്ങനെയാണെങ്കിൽ സാറിന് ഇവിടെ നിന്ന് പാക്കപ്പ് ആയത് തന്നെ. ഞാൻ മുങ്ങിയാലാ? അയ്യോ സാറേ, അത് നമ്മുടെ വേണുവല്ലേ? ഓ സമാധാനമായി, ഞാൻ വെറുതെ പേടിച്ച്. പപ്പ വേണൂരെ കണ്ടാലേ ഇപ്പൊ ശരിക്കും ഒരു ഗുണ്ട എന്നല്ലേ? പിന്നല്ലേ. അതെ, എന്നോട് 1 ലക്ഷം രൂപ മേടിച്ചിട്ട് എന്നെ കൊണ്ട് കുറെ വേഷം കൂടെ ചെയ്യിപ്പിച്ചു. ഇത് സിനിമയായിട്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ആയേനെ. അല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്താ? വേണുവിന് ഇപ്പൊ എന്താ വേണ്ടത്? SI വേഷം അത് തന്നെ തന്നയ്ക്കാം. എടാ പ്രശാന്തേ, ആ പോറ്റിയോട് പറഞ്ഞിട്ടേ വേണുവിന് SI വേഷം തന്നെ കൊടുക്കാൻ പറഞ്ഞേക്കണം. പിന്നെ ആ സീനും കൂടെ പഠിപ്പിക്കാൻ പറഞ്ഞേക്ക്. വേണു, നീ ചെന്ന് വേഷം മാറ്. ഞാനല്ലേ പറയുന്നത്, വേഷം പോയി മാറു. വേണു എടാ ചെക്ക, നീ താൻ തോന്നിത്തരം കാണിച്ചു നടക്കാതെ മര്യാദയ്ക്ക് വല്ല ജോലിക്കും പോകാൻ നോക്ക്. എന്തോന്ന് ജോലിക്കുവാൻ? എന്റെ അമ്മേ, തൊഴിലില്ലായ്മയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എടാ പ്രശ്നം. മണ്ടം കരുത, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടാ, ഇവിടെ ജോലി ഇല്ലാത്തോണ്ടാണോ ബംഗാളിന്നും ആസാമിന്നും ഒക്കെ ആൾക്കാർ ജോലിക്ക് വരുന്നത്? നിന്റെ ഡാൻസ് കമ്പം കളഞ്ഞ് ആ ബാംഗ്ലൂരിലെ IT കമ്പനിയിൽ എങ്ങനെ ജോലി കയറാൻ നോക്ക്. ക്ലോസ് എടുക്കാം. സീനോക്കെ വാ. എന്റെ ദൈവമേ, എന്തൊരു ചൂടായത്. ഹലോ, ജ്യൂസ്. ഇതാ സുമേ ജ്യൂസ്. ആ ചേച്ചി ഇങ്ങോട്ട് ഇരിക്ക്. വേണ്ട, ഇരിക്ക് ചേച്ചി. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞാനിതാ എങ്ങനെയൊക്കെ കഴിയണു. അല്ല, പോറ്റിച്ചേട്ടൻ ഡയറക്ടറായെ കെട്ടു എന്നുള്ള പ്രതിജ്ഞയിലാണോ ഇപ്പോഴും? ആ, അതില് മാറ്റൊന്നുമില്ല. ആ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ, ചേച്ചി നായികയാകാൻ വന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കാൻ വന്നത്. ആ സിനിമ നിന്നതോടെ ചേച്ചി അഭിനയം നിർത്തി, ഞാൻ അഭിനയം തുടങ്ങി. എന്നെ എത്ര സിനിമയിലേക്ക് വിളിച്ചതാ, പക്ഷെ പോറ്റിച്ചേട്ടന്റെ സിനിമയിലെ അഭിനയിക്കൂന്ന് എനിക്കും വാശിയാ. പിന്നെ വീടുമായിട്ട് ഉടക്കിയപ്പോ വീട് സിനിമയായി. ഇപ്പൊ ഒരു സിനിമാ വീട്ടമ്മയുടെ റോളാ സിനിമാക്കാർക്ക് വേണ്ടി വെച്ചു വിളമ്പുന്നു. ചേച്ചി ദേ അങ്ങോട്ട് നോക്കിയേ, അവര് തമ്മിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അവര് തമ്മിൽ നല്ല ജോഡിയാ. ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കിതൊക്കെ കാണുമ്പോ ഭയോ. എന്റെ അവസ്ഥ വേറൊരാൾക്കും വരാതിരുന്നാ മതി. മാഡം ഷോട്ട് റെഡി? ഞാൻ റെഡിയാ. ലോഡ്ജിന്റെ ആളാണല്ലോ നിൽക്കുന്നത്. ആകപ്പാടെ പ്രശ്നം തന്നെ. തമ്പി ഇല്ല ഉടനെ തരുത്. ഇപ്പൊ ഞാൻ റൂമിൽ കയറിട്ട് വിട്ടു. യെസ് കമ്മിങ്. ആ വരൂ, ഇരിക്ക്. എടാ സരസ, ഈ വർക്ക് ചെയ്ത കാശ് എനിക്ക് കിട്ടിയില്ലേലും വേണ്ടില്ല. ഷു, എന്റെ ആഭരണങ്ങളൊന്നുമില്ലാതെ ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ പോകും? കനകൻ സാർ എത്തിയാലുടൻ ആഭരണം ഞാൻ വീട്ടിലെത്തിക്കാം. നമ്മുടെ പ്രൊഡക്ഷൻ വണ്ടി ഇന്നും ഇറങ്ങിയില്ല. ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാം. എന്തായാലും വേണ്ടില്ല. എടാ, നീ ആ കനകൻ എവിടെയാണെന്ന് ഒന്ന് അന്വേഷിക്ക്. 4 വഴിക്ക് ഞങ്ങൾ അന്വേഷിക്കുകയാണ് ചേച്ചി, ഒരു അറിവും ഇല്ല.
അല്ല ചേച്ചിയുടെ ഉരുപ്പടിയൊക്കെ ഞാൻ നാളെ തന്നെ കൊണ്ടെത്തിക്കാം. വാ. அண்ணா 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 சாப்பிடுங்க அண்ணா சாப்பிடுங்க அண்ணா சாப்பிடு. ம் രവി, രവീന്ദ്ര, രവീന്ദ്ര, അപ്പൊ എനിക്ക് ആളെ തെറ്റില്ല. നിനക്കെന്നെ മനസ്സിലായില്ലടാ. ഞാനടാ കനകരാജ്. കനക, നീയോ? ഏയ്, അവനെ വിടറാ. ഇതെന്റെ ചങ്ങാതിയാ. എത്ര നാളായി? എന്ത് കോലടാ നിന്റേത്? നിന്നെ വിശ്വസിച്ച് ദൈവം തന്ന ശിക്ഷയാടാ ഇത്. ஐயோ இவங்க எப்பவுமே உங்களை பத்தி தான் பேசிட்டு இருக்கு. இப்ப கேரளத்திലേക്ക് வரப்போறதே உங்களை தேடிയാണ്. இந்த சாமிയാണ് உங்களை ഇവിടെ എത്തിച്ചത്. നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. എന്തായാലും നീ തിരിച്ചെത്തിയല്ലോ. നീ വേഷമൊക്കെ ഒന്ന് മാറ്റി. എന്നാ സാർ എന്നാ പ്രശ്നം? ഒന്നുമില്ല, ഇതെന്റെ പഴയ ചങ്ങാതിയാ കനകരാജ്. இந்த ஆளோட பேர்ல தான் சார் எல்லா மாசம் பூஜை செய்யறது. അതെ, என்ன சார் இது? இவர் தானே உங்க பேர்ல எல்லா மாசம் இங்க அன்னதானம் செஞ்சுட்டு இருக்கு. உங்களுக்கு தெரியாதா? നീ കേട്ടില്ലേ? ദാ, നീ വീട്ടിലേക്ക് വാ, എല്ലാം വിശദമായി പറയാം. വാ. ഇന്നലെ ആ അതിൽ കാണാൻ എന്ത് രസമായിരുന്നു. സത്യം. അതെ നോക്കിയേ, പഞ്ഞാരടിക്കാനൊക്കെ സമയം തരാം. ഇപ്പൊ നിങ്ങളെ സീനാ. ആ വാ വാ. റെഡിയായി. ശരി. എല്ലാരും ചാടി നിൽക്കട്ടെ. ആ സാറേ, ഈ സീൻ കഴിഞ്ഞ ഇല്ല സാറേ, വണ്ടി എല്ലാം അറേഞ്ച് ചെയ്യാം. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ സാർ. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. എന്താ? അല്ല, നിങ്ങൾ എന്തായി കാണിക്കണത്? നായകനാണ് തല്ലേണ്ടത്. മര്യാദക്ക് അവിടെ ഞാൻ അടങ്ങി ഒതുങ്ങിയിരുന്നോണം. സാറേ, ഇത് ഷൂട്ടിംഗ് അല്ല, കിഡ്നാപ്പിംഗ് ആണ്. വെയിലൊക്കെ കൊണ്ട് നീ അങ്ങ് കറുത്തല്ലോ. എന്തിനാ മോളെ ഈ കടുംപിടുത്തം? വാ പോവാ. നടക്കടി ഇങ്ങോട്ട്. ഷാജി വിട്. ഷാജി വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. ഷാജി വിടാൻ. ഷാജി വിടാൻ. വിടാനല്ലേ പറഞ്ഞു.